ഇന്ന് നമ്മൾ എപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുബൂസ് റെസിപ്പിയാണ് ചെയ്യുന്നത്. കുബൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉള്ളതല്ല. പക്ഷെ നാട്ടിൽ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒക്കെ കൂടെ ഒരു കുബൂസ് കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. അത് ഫുള്ളായിട്ട് മൈദ വെച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ മുഴുവനും ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, ഫ്രഷ് മിൽക്ക്. ഇതൊരു ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് കേട്ടോ, അതായത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തണുപ്പോട് കൂടി എടുത്തിട്ടുള്ളതല്ല. ഇതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സമയമൊക്കെ കുഴച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ചുട്ടെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണിൻ്റെ ആവശ്യം വരില്ല, കുറച്ചുകൂടെ കുറച്ചിട്ട് എടുത്താലും മതി. നമ്മളിപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചുടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലൊന്ന് അടച്ചിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് ഒന്നങ്ങ് പൊങ്ങി വന്നോട്ടെ. ഇനി കുഴയ്ക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പൊടി എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് മൈദയിൽ വേണമെങ്കിൽ ചെയ്യാം, ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതല്ല 1 കപ്പ് ഗോതമ്പ് പൊടി 1 കപ്പ് മൈദ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതും നല്ലതാണ്. ഞാനിപ്പോൾ ഒന്നും അല്ലെങ്കിൽ നമുക്ക് 2 കപ്പ് ഫുള്ളായിട്ട് ഗോതമ്പിൽ ചെയ്യാന്നുള്ളത് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു പാൽ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നോക്കുക. അപ്പോൾ എന്തായാലും വെള്ളം മതിയാവില്ല. എന്നിട്ട് ബാക്കി വെള്ളം ചെറിയ ചൂടുള്ള വെള്ളം, നല്ല ചൂട് വേണ്ട, ഒരു ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് ബാക്കി കുഴച്ചെടുക്കുക. ഏകദേശം ഒരു അരക്കപ്പും പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും മതിയാവും, നോക്കിയിട്ട് വെള്ളം എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. 2 കൈയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇത്തിരി ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ആ ചെറിയൊരു എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ആ ഒരു പാത്രത്തിൻ്റെ താഴെ മേലെയായിട്ടാക്കി കൊടുക്കാം. ഈ ഒരു കുബൂസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ എടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഓയിൽ ഉണ്ടല്ലോ, അത്ര മാത്രമാണ് കേട്ടോ മൊത്തത്തിൽ എടുക്കുന്നുള്ളൂ. പിന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്തൊന്നും എണ്ണ ആക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് അടച്ചു വെക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള ഒരു തുണി ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ചെറിയൊരു നനവോട് കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് തുണി കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം വേറൊരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഫ്രിഡ്ജിലൊന്നും നല്ല വെച്ചിട്ടുള്ളത് പുറത്ത് തന്നെ നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുക എപ്പോഴും. അങ്ങനെ ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊങ്ങി റെഡിയായി കിട്ടിക്കോളും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓവനൊന്ന് ചൂടാക്കിയതിന് ശേഷം ഓഫാക്കിയിടുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ മാവൊക്കെ പുളിക്കാൻ വെക്കുന്ന പോലെ അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പരത്താനായിട്ട് തുടങ്ങാം. ഇതുപോലെ ഒന്നങ്ങ് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഏത് വലുപ്പത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് ഭാഗമായിട്ടുള്ള ബോൾ എടുത്തിട്ട് പരത്താനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ആദ്യം കുറച്ചൊരു സാധാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളൂ. ഇത് പരത്തുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു പൊടി ഇട്ടിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഒരുപാട് പൊടി ഇടരുത്, വളരെ കുറച്ചിട്ട് അവർ ജസ്റ്റ് ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയുള്ള പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇതിന് പകരം മൈദ കുറച്ചിട്ട് കൊടുത്താലും മതിയാകും. ഇനിയിപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത്രയ്ക്ക് കനം കുറയേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ ഒരു ഇത്തിരി കനം കൂടുതൽ ഈ ഒരു രീതിയിൽ, എന്നാൽ ഒരുപാട് കനം കൂടും വേണ്ട കേട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൈദ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി കൂടെ കട്ടി കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യുന്ന സമയത്ത് കട്ടി കൂടി കഴിഞ്ഞാൽ കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഇത്ര കട്ടി കുറച്ചാൽ തന്നെയും ചുട്ട് വരുന്ന സമയത്ത് ഒരു ഇത്തിരി കൂടെ നല്ല വണ്ണം വെച്ച പോലെ തന്നെ ഉണ്ടാവും, നമ്മൾ ഈസ്റ്റ് ഇട്ട് കുഴച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോൾ ഇതുപോലെ ഒരു 2-3 ഒന്നങ്ങ് പരത്തി വെക്കുക. എന്നിട്ട് ചൂടാനായിട്ട് തുടങ്ങിയിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ഒന്ന് ചുട്ടാവുന്ന സമയം കൊണ്ട് ബാക്കി പരത്തിയെടുത്താലും മതിയാകും. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചൂടുന്ന പോലെ തന്നെ പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്നങ്ങ് ആവി വറക്കുന്ന സമയത്ത് ആദ്യത്തെ തിരിച്ചിടൽ ചപ്പാത്തി പോലെ തന്നെ പെട്ടെന്ന് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. അതാ ഇപ്പം തന്നെ. പിന്നെ ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടിയില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളൂ കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സൈഡിൽ അത്യാവശ്യം കോമളകൾ വന്നിങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഒന്നുകൂടെ തിരിച്ചിട്ട് കഴിഞ്ഞ് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് എടുക്കാം.
ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ചെറിയ തീയിൽ വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഭയങ്കര തീ കൂട്ടും വേണ്ട. ഇതെങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി നന്നായിട്ട് പൊങ്ങി വന്നോളും. നമ്മൾ സ്പൂൺ കൊണ്ട് തൊടേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ സ്വന്തം അങ്ങ് പൊങ്ങി വന്നോളും. നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും, വേവാതെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലതാ. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കുബൂസ് റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്ന് മാറ്റിയിട്ട് എടുക്കുക. പിന്നെ ഇത് നമ്മൾ കാസറോളിലേക്ക് വെക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് അങ്ങ് ഇടാതെ ആ നനച്ച തുണി ഉണ്ടല്ലോ, ഒന്ന് നന്നായിട്ട് നനച്ചിട്ട്, നന്നായിട്ട് മീൻസ് വെള്ളം നല്ലോണം കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു തുണി കാസറോളിൻ്റെ ഉള്ളിലേക്ക് വെക്കുക, കട്ടി കുറഞ്ഞ തുണി. എന്നിട്ട് ഇതാ അതിൻ്റെ ബാക്കി ഭാഗം കൊണ്ട് അതൊന്ന് ഇങ്ങനെ അടച്ചിട്ട് വെക്കണം. തുണി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ സാധാ കാസറോളിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. ഇത് നമ്മൾ ഓരോ കുബൂസും ചുട്ടെടുക്കുന്ന സമയത്ത് ആദ്യം ചെയ്തതുപോലെ തന്നെ ആ കാസറോളിൻ്റെ ഉള്ളിൽ തുണിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് തന്നെ വെച്ചിട്ട് വേണം കാസറോൾ അടച്ച് വെക്കാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് പുറത്ത് എടുത്ത് കഴിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു സോഫ്റ്റും ടേസ്റ്റോട് കൂടിയിട്ടുള്ള സംഭവം നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ അത് അങ്ങനെ വെച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം വെച്ചാലും ആ ഒരു സോഫ്റ്റ് അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പം ഈ ഒരു അളവിൽ ഈ ഒരു വലിപ്പത്തിൽ വരുന്നൊരു 7 or 8 കുബൂസാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കുബൂസിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് അല്ല. പക്ഷേ നമ്മൾ നാട്ടിൽ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന കുറച്ച് കട്ടിയിലുള്ളൊരു കുബൂസ് ഉണ്ടല്ലോ, അതേ ടേസ്റ്റിനാണ് ഇതിന് വരുന്നത്. അത് പിന്നെ നമ്മൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേ സെയിം മെത്തേഡിൽ മൈദ വെച്ചിട്ട് ചെയ്യാനും കുറച്ചുകൂടി അടിപൊളിയാകും. പക്ഷെ നമ്മൾ ഗോതമ്പ് വെച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും അല്ലെങ്കിൽ ബ്രോസ്റ്റഡിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. നമ്മൾ കുറേ റെസിപ്പീസ് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കറികളുടെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്